നമസ്കാരം. കേരളത്തിന്റെ ആത്മീയ ഹൃദയമായ ശബരിമല ഇന്ന് ഭരണപരമായ പൂർണ്ണ തകർച്ചയുടെ അടിവേരിൽ നിൽക്കുകയാണ്. വർഷം തോറുമുള്ള മണ്ഡലമാസ തിരക്ക് ഒരു പ്രതീക്ഷിക്കാത്ത വെല്ലുവിളിയല്ല. ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൃത്യമായി പദ്ധതി തയ്യാറാക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു ഭരണ ചുമതലയാണ്. എന്നാൽ ഇന്നത്തെ നില നോക്കുമ്പോൾ ശബരിമലയിൽ നടക്കുന്ന എല്ലാ വലിയ പ്രശ്നങ്ങളിലും ഒരു പൊതുകാര്യം വ്യക്തമാണ്: ആസൂത്രണം പാളി, നിയന്ത്രണം തകർന്നു, ഭരണ സംവിധാനത്തിന്റെ കൈകൾ വിറച്ചു. ഭക്തജന തിരക്കിൽ വീർപ്പുമുട്ടുന്ന ശബരിമല കാണുമ്പോൾ ആസൂത്രണത്തിന്റെ പൂർണ്ണ തകർച്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ മണ്ഡലകാലത്ത് വീണ്ടും തെളിഞ്ഞത് ശബരിമല തിരക്ക് നിയന്ത്രണം എന്നത് ദേവസ്വത്തിനും സർക്കാരിനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെയാണ്. പമ്പയിലും സന്നിധാനത്തും നെല്ലിയാമ്പതിയിലുമെല്ലാം ഭക്തജനങ്ങൾ കുടുങ്ങി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ക്യൂകൾ കാണുമ്പോൾ മുട്ടടിച്ചു നിൽക്കേണ്ടി വരുന്ന പോലീസ് വിഭാഗം, തകർന്ന ആസൂത്രണം എല്ലാം ചേർന്ന് ശബരിമലയെ ഒരു അനിശ്ചിതത്വത്തിന്റെയും ഭീതിയുടെയും കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു. ഒരാൾ മരിച്ചു വീണ സംഭവവും അതിനുശേഷമുള്ള ഭരണവ്യവസ്ഥയുടെ ഉത്തരമുട്ടിയുള്ള നിൽപ്പും ഭക്തജനങ്ങൾക്കിടയിൽ വൻ നിരാശ വളർത്തി. ആശയവിനിമയമില്ല, ഏകോപനമില്ല. ശബരിമലയുടെ മുൻപിലെ ഏറ്റവും വലിയ ശബരിമല സീസണും കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു സർക്കാർ, ഇതാണ് യഥാർത്ഥ അവസ്ഥ. ആസൂത്രണം പൂർണ്ണമായും തകരുന്നത് എന്തുകൊണ്ട്? ഇതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ് സർക്കാർ. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ആധിപത്യം ഭരണപരമായ കാര്യക്ഷമതയെ പൂർണ്ണമായി ഇല്ലാതാക്കി. ശബരിമല പോലെയുള്ള അതീവ സൂക്ഷ്മത ആവശ്യമുള്ള ഭക്തി കേന്ദ്രത്തെ ഒരു പാർട്ടി ഓഫീസിന്റെ രീതിയിലാണ് അവർ നടത്തുന്നത്. തന്ത്രപരമായ തീരുമാനങ്ങളില്ല, ഭക്തജനങ്ങളുടെ ഒഴുക്ക് കണക്കാക്കുന്ന മുന്നൊരുക്കങ്ങളില്ല, പോലീസ് സംവിധാനത്തിന് മതിയായ ഇടപെടൽ പോലുമില്ല. ട്രാൻസ്പോർട്ട്, മെഡിക്കൽ സുരക്ഷ എന്നീ മേഖലകളിൽ ഒരു കൂട്ടായ പ്രവർത്തനമില്ല. ഇതൊക്കെ ചേർന്ന് ശബരിമലയെ വർഷം തോറും ഒരു ആലപ്പുഴ വള്ളംകളി പോലെ നടത്തുകയാണ് ഈ സർക്കാർ. സ്വർണ്ണക്കടത്ത് ദേവസ്വത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന കറ മാത്രമല്ല, ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ കളങ്കം കൂടിയാണ്. ശബരിമലയുടെ പരമ്പരാഗത പുണ്യവും സംസ്കാരവും തകർക്കുന്ന രീതിയിൽ ദേവസ്വം ബോർഡിലെ ചിലരുടെ പേരുകൾ ഈ കേസുകളിൽ ഉയർന്നു. സ്വർണത്തെ പോലും ഒരു അവസരമാക്കി മാറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ച ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങൾ ദേവസ്വത്തെ ഒരു ദുർഗന്ധമുള്ള ഭരണ തകർച്ചയുടെ തലത്തിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. ശബരിമലയുടെ സ്വർണം ഭക്തിസാന്ദ്രതയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാകേണ്ടതിന് പകരം ക്രയവിക്രയങ്ങളിലെ ക്രമക്കേടുകളുടെ ഭാഗമായി മാറുകയാണ്. ഇതിനൊക്കെ ഉത്തരവാദി ആരും? ഉത്തരം ഒന്നേ ഉള്ളൂ: കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും അതിന് കീഴിലുള്ള ദേവസ്വം ബോർഡ്. ശബരിമലയുടെ ഭരണത്തെ ഒരു പാർട്ടിയുടെ അടുക്കള പോലെ ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് ഇനിയും ഈ സ്ഥിതിക്ക് നയിക്കുന്നത്. ഭക്തരുടെ വിശ്വാസവും സുരക്ഷയും അവരുടെ മുൻഗണനയിലില്ല. അവർക്കുള്ള മുൻഗണന രാഷ്ട്രീയമാണ്, പാർട്ടി നിർദ്ദേശമാണ്, ഭരണത്തിൽ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇനി അനിവാര്യതയാവുകയാണ് ശബരിമലയിൽ. ഇത്തരം തുടർച്ചയായ പാളിച്ചകൾ കാരണം ജനങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായി ഉയരുന്ന ആവശ്യമാണ് ഇനി ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നത്. ഇന്ത്യയിൽ പല പ്രധാന ക്ഷേത്രങ്ങളും കേന്ദ്ര നിയന്ത്രണത്തിലാണ്. അതുവഴി അവിടുത്തെ ഭരണവും സുരക്ഷയും കാര്യക്ഷമമാണ്. ശബരിമല പോലെയുള്ള ലോക പ്രശസ്ത തീർത്ഥാടന കേന്ദ്രത്തിന് ഈ രീതിയിലുള്ള ദേശീയ തലത്തിൽപ്പെട്ട പരിപാലനമാണ് ആവശ്യമായത്. എന്തുകൊണ്ടാണ് BJPയും മോദിയും ശബരിമലയ്ക്ക് ഏറ്റവും അനുയോജ്യം എന്നതാണ് വിലയിരുത്തേണ്ടത്. മോദി സർക്കാർ ശാസ്ത്രീയത, നിർബന്ധിതമായ ആചാര പാലനം, ശക്തമായ നിയമം പാലിച്ചുകൊണ്ടുള്ള ആസൂത്രണം, കാര്യക്ഷമമായ തിരക്ക് നിയന്ത്രണ മാർഗങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ദ്രുത വികസനം എന്നിവ പാലിക്കുന്ന നേതാവാണ്. രാജ്യത്തെ പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉത്സവങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും കാര്യക്ഷമത ജനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഭക്തജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായ ഒരു വിശ്വാസം രൂപപ്പെട്ടു: മോദി ഏറ്റെടുത്താൽ ശബരിമല വീണ്ടും മഹത്വം വീണ്ടെടുക്കുമെന്ന്. സുരക്ഷ മെച്ചപ്പെടും, തിരക്ക് നിയന്ത്രണത്തിന് ശാസ്ത്രീയ രീതികൾ വരും, ദേവസ്വത്തിലെ കോടികളിലെ ദുരുപയോഗം അവസാനിക്കും, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാകും, വിശ്വാസികൾക്ക് ആദരവും സുരക്ഷയും ലഭിക്കും. മാത്രമല്ല, ചരിത്രപരമായി പ്രധാന പുണ്യസ്ഥലങ്ങളുടെ നിർമ്മാണത്തിലും സംരക്ഷണത്തിലും മോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ രാജ്യത്ത് എല്ലായിടത്തും പ്രശംസ നേടിയിട്ടുണ്ട്. ഇന്ന് കേരളം ഒരു വഴിത്തിരിവിലേക്ക് നിൽക്കുകയാണ്. ശബരിമലയെ രാഷ്ട്രീയ പാളിച്ചകളുടെയും അഴിമതിയുടെയും മൂടൽമഞ്ഞിൽ നിന്ന് കരകയറ്റണമെങ്കിൽ ഭരണത്തിൽ മാറ്റം അനിവാര്യമാണ്. ശബരിമലയുടെ വീണ്ടെടുപ്പ് ഒരു പാർട്ടിയുടെ അജണ്ട മാത്രമല്ല, കേരളത്തിന്റെ സംസ്കാരപരമായ ഉത്തരവാദിത്വമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റെടുക്കൽ കൊണ്ട് മാത്രമേ ശബരിമലയെ ഇനി രക്ഷിക്കാനാവൂ. ശബരിമല ഒരു സാധാരണ തീർത്ഥാടന കേന്ദ്രമല്ല, അത് കേരളത്തിന്റെ ആത്മീയ ഹൃദയമാണ്.
എന്നാൽ ഈ വിശുദ്ധ സ്ഥലം ഇന്ന് അനിയന്ത്രിതമായ ഭരണം, അഴിമതി, ആസൂത്രണ തകരാർ, രാഷ്ട്രീയവൽക്കരണം എന്നിവയുടെ കുരുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിനൊക്കെ അന്ത്യം വരേണ്ടത് മോദി സർക്കാരിന്റെ ശാസ്ത്രീയവും ശുദ്ധവുമായ ഭരണ നടപടികളിലൂടെ മാത്രമാണ്. ശബരിമലയുടെ വിശ്വാസവും മഹത്വവും സംരക്ഷിക്കാൻ, ഭക്തരെ കാത്തുസൂക്ഷിക്കാൻ, ശബരിമല ഭരണം പുനഃസംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ശബരിമലയെ വീണ്ടും അഭിമാനത്തോടെ ഉയർത്തി നിർത്താനാവുക ശക്തമായ ദേശീയ നേതൃത്വത്തിനും കാര്യക്ഷമമായ ഭരണത്തിനും വിശ്വാസത്തെ മാനിക്കുന്ന ഭരണശൈലിക്കും മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോൾ അത് മോദിക്ക് മാത്രമേ കഴിയൂ എന്നതാണ് സാരം.